വെൽക്കം ടു വിച്ചൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് കൊഴുവ പീര ആണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ കൊഴുവ നല്ലപോലെ വെട്ടി തേച്ച് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 കഷ്ണം ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ, പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, പിന്നെ 3 കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ കഴുകിയാണ് ഇട്ടേക്കുന്നത്, നല്ല ക്ലീനാക്കി. പിന്നെ ആവശ്യത്തിന് 2 സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു കൽച്ചട്ടി എടുത്ത് അതിനുശേഷം നമ്മൾ ഈ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. മീൻ എന്ത് വെക്കണമെങ്കിലും നമ്മൾ കൽച്ചട്ടിയിൽ തന്നെ വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടത് നമ്മൾ ഒന്ന് ചതക്കണം. പിന്നെ ഈ പച്ചമുളകൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം ഈ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതക്കാം. അപ്പം ഞാൻ ഉള്ളി ഒന്ന് ചതച്ച് കൊടുക്കുവാണ്. നമുക്ക് പൊട്ടിക്കിട്ടിട്ടുണ്ട്, അധികം ചതക്കണ്ട, ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇഞ്ചി നല്ലപോലെ ചതഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മുളകാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കിട്ടിയാൽ മതി, ഇട്ട് ചതക്കണ്ട. നമ്മൾ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തണ്ട് വേപ്പില, അത് നമുക്കിങ്ങനെ കീറി ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത്, നമുക്ക് പുളി എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ആ പുളി ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കീറിയിടണം. ഇത് ചെറിയ പീസാക്കി ഇടണം. ഇത് ചെറുതായിട്ട് കീറിയിട്ടാൽ മതി. അപ്പം ഇനി ചെയ്യേണ്ടത് കൈ വെച്ച് നമ്മൾ ശരിക്കൊന്ന് തിരുമണം. ഇത് ആ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി തേങ്ങയിൽ പിടിച്ച് നമ്മൾ ശരിക്ക് തിരുമ്മി കൊടുക്കണം. ഇങ്ങനെ ഇതിപ്പോൾ നല്ല ശരിക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നമ്മൾ ശരിക്കൊന്ന് ഇത് മിക്സാക്കി ആ മീൻ കൂടെ മിക്സാക്കി എടുക്കുക. ഇനി മുളക് പൊടി ആവശ്യമുള്ളവരൊരു 1/4 സ്പൂൺ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം, അതാണ് ഞാൻ മുളക് പൊടി ഇടാഞ്ഞത്. ഇപ്പം എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു വേകാൻ വേണ്ടി മാത്രം ഒരു സ്വല്പം 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാൻ ഇത് തളിക്കുവാണ്. ഇത് അധികം വേവില്ലല്ലോ കൊഴുവയ്ക്ക്. അപ്പം ഒരു 2 കൈ വെള്ളം വെച്ച് ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് പൊത്തി വെച്ച്. പിന്നെ ഒരു മെയിൻ സാധനം, ഞാൻ വാഴയില, ഞാൻ മീൻ കറി വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ വാഴയില ചെറുതായിട്ട് എല്ലാത്തിലും ഇട്ട് കൊടുക്കും, അതിൻ്റെ ഒരു ഫ്ലേവർ വരാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. അതേ വാഴയിലൊക്കെ നല്ലപോലെ വാടി ഇട്ടുണ്ട്. എന്നിട്ട് നടുക്കൊന്ന് നമ്മളൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിയാത്ത വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അധികം വേവില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ശരിക്കും ഇതൊന്ന് അതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി വേണം. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. അപ്പം എല്ലാം നല്ലപോലെ പറ്റിയത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് എല്ലാം അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പാം.
പറ്റിച്ച് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കണം ഇത് പറ്റിച്ച്. കാരണം നമ്മളിങ്ങനെയൊക്കെ പറ്റിക്കാൻ എരിവില്ലാത്തതുകൊണ്ട് അവർ കൂട്ടും. നല്ല കാൽസ്യമുള്ള ഒരു ഫിഷാണിത്, കുഴുവ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.